5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഈ വർഷം ജനുവരിയിൽ നമ്മുടെ ഇസ്രായേൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. ഗാസയിൽ ഇനി ആക്രമിക്കില്ല. എന്നിട്ട് ഇപ്പോഴും 80 വരെ കൊന്നിരിക്കുന്നു. നമ്മൾ ഇസ്രായേലിന് അനുകൂലമായി ഒരുപാട് രാജ്യങ്ങൾ പറയുന്നു. ഇന്ത്യ പലപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു. ഇറാനെ തള്ളി പറയുന്നു, മുസ്ലിം ഭീകരവാദം എന്ന് പറയുമ്പോഴും ഇസ്രായേലുകാർ തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്. 2008-2009 ഓപ്പറേഷൻ കാസ്റ്റിലേറ്റ് നടത്തി. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഹമാസിൻ്റെ ബന്ധപ്പെട്ട് അവിടെ ഗാസയിൽ നടത്തി. 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. എത്ര ആളുകളാണ് ഓരോ പ്രാവശ്യം. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്തൊക്കെയാണ് നടത്തുന്നത്. 2021 ഗാസ ഓപ്പറേഷൻ മെയ് മാസത്തിൽ ഇതുപോലെ, ഇപ്പം മെയ് കഴിഞ്ഞതേ മെയ് മാസത്തിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2023-24 ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടന്നു അവിടെ. അന്ന് അവിടെ ഗമാസിന്റെ വലിയ ആക്രമണത്തോട് ആരംഭിച്ച് 100 കണക്കിന് ഇസ്രായേലുകാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നേ ഇത് ഒരു വലിയൊരു വിഷയമാണ്. ഹമാസുകാർ ഇസ്രായേലുകാരെ കൊല്ലും, ഇസ്രായേലികൾ ഹമാസുകാരെ കൊല്ലും. ഗാസയിൽ ഇത് വലിയ പ്രശ്നമാണ്. എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് നോക്കണം. വളരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താണ് അവർ തമ്മിലുള്ളൊരു പ്രശ്നം? ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിലുള്ള സ്ഥലത്തെ സംബന്ധിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇത് കിടക്കുകയാണ്. ഇത് പരിഹരിക്കപ്പെടണ്ടേ? 1948 അവർ പറഞ്ഞതാണ്, ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ഇതൊന്നും ഉണ്ടാക്കൂല. ഏതുണ്ടാക്കൂല? ഈ ആണവായുധമൊന്നും ഉണ്ടാക്കൂല. എന്നിട്ട് അവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, ആണവായുധം ഉണ്ടാക്കുന്നു. ഇപ്പുറത്താണ് ഇസ്രായേലുകാരും ആണവായുധം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രണ്ട് ചേട്ടന്മാരും എന്താ പറയുന്നത്? ലോകത്തിലെ 7-8 രാജ്യങ്ങൾക്കൊഴിച്ച് ഒരു രാജ്യത്തിനും ആണവായുധം ഉണ്ടാക്കാൻ അവകാശമില്ല. അതിനിടയിലാണ് പാകിസ്ഥാൻ കയറി പറയുന്നത് ഞങ്ങളുടെ കയ്യിലും ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പൊക്രാനിൽ നേരത്തെ പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ കയ്യിലും ആണവായുധമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ആണവായുധം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ഇത് ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, ആണവോർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ അതിനപ്പുറം സിവിലിയന്മാരുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആണവ ഊർജ്ജ വികസനത്തിനപ്പുറം ആണവായുധം ഉണ്ടാക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നുള്ള ഇന്റർനാഷണൽ ട്രീറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാരും ഉണ്ടാക്കിയതല്ലോ. അന്താരാഷ്ട്ര ആണവ നിരായുധീകരണ കരാറുണ്ടെന്നേ. അത് ഈ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും ഒക്കെ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന ഫലമായി 1942 രണ്ടാം ലോകമഹായുദ്ധവും അതുപോലെ ഒന്നാം ലോകമഹായുദ്ധവും യുദ്ധങ്ങൾ കണ്ട് മരവിച്ചൊരു മനസ്സാണ്. അതുപോലെ ഇറാഖ് യുദ്ധം, നമ്മുടെ സദ്ദാം ഹുസൈനെ വധിച്ച യുദ്ധമൊക്കെ കണ്ട് ലോകം മരവിച്ചത് കൊണ്ടാണ് ഈ നിയമങ്ങളിലേക്ക് പോയത്. അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ കഴിച്ച് യുദ്ധം വേണ്ട എന്ന് പറയുന്നതല്ല. ലോകത്ത് യുദ്ധമുണ്ടായാൽ എല്ലാ യുദ്ധത്തിന്റെയും ഇടയ്ക്ക് എന്താണുള്ളത്? ഈ ആളുകൾ പാവപ്പെട്ട ആളുകൾ മരിക്കുക, സ്ത്രീകൾ മരിക്കുക, കുട്ടികൾ മരിക്കുക, കോടിക്കണക്കിന് ആളുകളാണ്. നഗരങ്ങൾ, പട്ടണങ്ങൾ. ഇപ്പൊ ടെല്ലവീവിൽ ഇത് ചെയ്തില്ലേ? ഇറാൻകാർ ചെയ്തില്ലേ? തിരിച്ച് ടെഹ്റാനിൽ ചെയ്യാൻ നിൽക്കുന്നു. ടെഹ്റാനിൽ നിന്ന് മാറിപ്പോകാൻ, ഇന്ത്യക്കാരോട് മാറിപ്പോകാൻ ഇറാൻ ആവശ്യപ്പെടുന്നു. എന്താണ് നടക്കുന്നത് സിറ്റികളിൽ? ഇന്ത്യയെ കണ്ടുപിടിക്കണം. ഇന്ത്യ അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇസ്ലാമാബാദിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അവിടുത്തെ കറാച്ചിയിലോ വേണമെങ്കിൽ ടൗണിൽ ഇടാമായിരുന്നല്ലോ. പക്ഷെ ഇന്ത്യ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. അവിടുത്തെ ഭീകര താവളങ്ങളെയാണ് ആക്രമിച്ചത്. ഇത് ഭീകര താവളങ്ങളെല്ലാം ആക്രമിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. സാധാരണക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാധാരണ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൊണ്ട് ബോംബിട്ടിട്ട്, അവിടെ കൊണ്ട് ഡ്രോൺ അയച്ചിട്ട് ഇതൊരു ഭീകര പരിപാടിയാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ വീരവാദമാണെന്ന് പറയുന്ന ഈ രണ്ട് രാജ്യവുമുണ്ടല്ലോ, രണ്ട് കൂട്ടരും ഒത്തുതീർപ്പിന് വരേണ്ടതാണ്. ഞാൻ ഒരു കൂട്ടരായിട്ട് മാത്രം പറയില്ല. ഇറാന്റെ പണിയുണ്ട്. അവർ നിരായുധീകരണം എന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് പറയുകയും മറുവശത്ത് അവർ ആണവ പരിപാടി നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ഇപ്പൊ നേരത്തെ കരാർ ഉണ്ടാക്കിയല്ലോ. ആ കരാർ എന്തിനാണ് അവർ ലംഘിക്കുന്നത്? അപ്പൊ രണ്ട് കൂട്ടരും അതിൽ കുറച്ച് അല്പം മതവും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ജൂത മതവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ, മറ്റൊന്ന് ഇസ്ലാം മതവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ. ഇത് രണ്ട് കൂട്ടരിലും ഉള്ളത് സാധാരണ ജനങ്ങളാണെന്നേ. അപ്പൊ ആ സാധാരണക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി സിവിലിയൻ മാത്രമല്ല, നിങ്ങൾ ഈ മുടക്കുന്ന പണം, ഈ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുടക്കുന്ന പണമുണ്ടെങ്കിൽ എത്ര കോടി രൂപയ്ക്കാണ് നിങ്ങൾ ഇത് വാങ്ങിക്കൂട്ടുന്നത്? നിങ്ങൾ ഈ പരീക്ഷണം നടത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ പരീക്ഷണം നടത്തുന്നത് മറ്റു രാജ്യങ്ങളെ പുറത്ത് പ്രയോഗിക്കാനാണോ? ഈ പണം പാവപ്പെട്ട ജനങ്ങൾക്ക് എടുത്തു കൊടുത്താൽ എത്ര മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള ആ ഒരു ചെറിയ കാലയളവുണ്ടല്ലോ, അതാണോ സമാധാനത്തിന്റെ കാലയളവ്? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് യുദ്ധമില്ലാത്ത കാലത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഗാസയിൽ പോയി ഇസ്രായേലി അടിക്കുന്നു, ജനുവരിയിൽ ഉണ്ടാക്കുന്ന കരാർ അവർ ലംഘിക്കുന്നു, 80 പേരെ കൊല്ലുന്നു. സ്വാഭാവികമായിട്ട് ഹമാസുകാർ വെറുതെ ഇരിക്കത്തില്ല, അവരും ഗാസയിൽ പണി തുടങ്ങും. ഇറാൻ വെറുതെ ഇരിക്കത്തില്ല. അപ്പൊ ഇത് അങ്ങോട്ട് പഠിച്ച് ഇങ്ങോട്ട് പഠിച്ച് പരസ്പരം അടിച്ച് അവര് രണ്ട് കൂട്ടരും ആണവായുധങ്ങളും കൂടെ ശേഖരിച്ച്. ഇതിൽ അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അമേരിക്ക ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യും? പരമാവധി രാജ്യങ്ങളെ ഇറാനെ ഇല്ലാതാക്കി കളയുമെന്നാണ് ഇന്നലെ ട്രംപ് പറയുന്നത്. എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. ഒരു മുസ്ലിം രാജ്യത്തെ ഇല്ലാതാക്കിയാൽ മറ്റു രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചൈനയുണ്ട്, ഒരുപാട് രാജ്യങ്ങളോട് ലോകത്ത് അത് പറ്റും. ഇതിനിടയിൽ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളൊരു ഒത്തുതീർപ്പൊന്നും ഉണ്ടാക്കി തരൂ.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ ഗൗരവതരമായ ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ചേർന്ന് കഴിഞ്ഞു. അവർ അതിനകത്ത് സീരിയസ് ആയി വന്നു. പക്ഷെ വളരെ സീരിയസ് ആയി ലോകരാഷ്ട്ര G7 രാജ്യങ്ങളായാലും മറ്റ് ലോകത്തിലെ രാഷ്ട്രങ്ങളായാലും അവർ വളരെ ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ട് ഗാസയിലെയും അതുപോലെ തന്നെ ഹമാസിനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഇറാനെയും എല്ലാവരെയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ചർച്ച ചെയ്യുന്ന സമാധാന കരാറിലേക്ക് വേണം. അതിനേക്കാൾ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത് ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി 10-20 വർഷത്തോളം ആണവായുധം ഉണ്ടാക്കുന്നത് രഹസ്യമായി വെക്കുന്ന രാജ്യം എന്ത് തെറ്റത്തരമാണ്, എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്? എന്താണ് അതിന് പറയേണ്ട ഭാഷ? അങ്ങനെ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കി ആണവ സമ്പുഷ്ടീകരണം, യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം 60-ൽ നിന്ന് 90-ലേക്ക് കൊണ്ടുപോയി ലോകത്തെ മുഴുവൻ ഭീതിയിൽ നിർത്താനാണോ ഈ രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത്? വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ആണവ നിരായുധീകരണത്തിന് വേണ്ടിയുള്ള കരാറുകൾ, മറുവശത്ത് ആണവ ഊർജം ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള തീരുമാനങ്ങൾ, മറുവശത്ത് അതീവ രഹസ്യമായി ആണവായുധങ്ങൾ ഉണ്ടാക്കൽ. ഇതൊക്കെ ഈ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? വളരെ ഗൗരവതരമായി ലോകരാഷ്ട്രങ്ങളും ലോകത്തിലെ ജനതയും വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്, ഒരു നിലനിൽപ്പിന്റെ വിഷയമാണ്.